ഇടുക്കി അയ്യപ്പൻ കോവിലിൽ പെരിയാർ തീരത്ത് 139 കുടുംബങ്ങൾ കുടിയിറക്ക ഭീഷണിയിൽ. ദുരന്ത നിവാരണ നിയമപ്രകാരം ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് കുടിയൊഴിപ്പിക്കേണ്ടവരുടെ പട്ടിക അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാക്കിയത്. ഇടുക്കി ജില്ലയിൽ പ്രകൃതി ദുരന്ത സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പുഴകളും തോടുകളും ജലാശയങ്ങളും കയ്യേറി നടത്തിയിട്ടുള്ള മുഴുവൻ അനധികൃത നിർമ്മാണങ്ങളും അടിയന്തരമായി പൊളിച്ചു നീക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഒഴിപ്പിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാൻ ഗ്രാമപഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്ക് നിർദ്ദേശവും നൽകി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പെരിയാർ തീരത്തുള്ള കർഷകരും വ്യാപാരികളും ഉൾപ്പെടെ 139 കുടുംബങ്ങളാണ് കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് മാറുക എന്ന് പറയുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇത് ഇന്നലെയോ ഇന്നോ ഒന്നും ഇവിടെ വന്ന് വീട് വെച്ച് താമസിക്കുന്നവരല്ല. ഞങ്ങളൊക്കെ കഴിഞ്ഞ 50 വർഷക്കാലം മുകളിലായി കെട്ടിടങ്ങൾക്ക് നികുതി അടച്ചുകൊണ്ട് ഇവിടെ താമസിക്കുന്ന വ്യക്തികളാണ്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കെട്ടിട ഉടമകൾക്ക് 15 ദിവസത്തിനകം നോട്ടീസ് നൽകും. പുനരധിവാസവും ജീവനോപാധിയും നൽകാതെ ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഇലക്ട്രിസിറ്റി ഉണ്ട്, പഞ്ചായത്ത് കരം കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവർ മുഴുവൻ. ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഞങ്ങൾക്ക് വേറെ താമസിക്കാൻ വീടുകളോ അല്ലെ സ്ഥലമോ ഉള്ളവരല്ല ഇവിടെയുള്ളവരൊന്നും. കളക്ടറുടെ നിർദ്ദേശം വന്നതിനെ തുടർന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി MNAമാർക്ക് നിവേദനം നൽകി. അടുത്തയാഴ്ച മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും വിവരം ധരിപ്പിക്കും. പതിറ്റാണ്ടുകളായി പെരിയാർ തീരത്ത് താമസിക്കുന്ന 139 കുടുംബങ്ങൾ ആശങ്കയുടെ മുൾമുനയിലാണ്. വേണ്ടിവന്നാൽ നിയമപരമായി പ്രശ്നത്തെ നേരിടാനാണ് ഇവരുടെ തീരുമാനം. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ നിന്നും MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.